ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഇന്ത്യ കൈവരിച്ച നേട്ടമൊന്നും സാധാരണക്കാരിലേക്ക് എത്തുന്നില്ല. ചന്ദ്രയാൻ കണ്ടോ, ബഹിരാകാശ നിലയം കണ്ടോ സാധാരണക്കാരൻ എന്ത് പ്രയോജനം? അമേരിക്കയിലേക്ക് നോക്ക്, അവരിപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മനുഷ്യന്റെ അനുദിന കാര്യങ്ങളിലേക്കാണ്. ഇതാ നമ്മുടെ ഇലോൺ മസ്കിന്റെ സോളാർ കാർ ഇറങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ചാർജ് ചെയ്യുകയേ വേണ്ട. ആലോചിച്ച് നോക്കി, അവർ എത്രയേറെ മുൻപിലാണ് എന്ന്. അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മനുഷ്യന്റെ അനുദിന കാര്യങ്ങളിലേക്കാണ്. ഇന്ത്യയോ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നേയില്ല. നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ മുതൽ മോട്ടോർ കാർ വരെ ഒട്ടുമുക്കാലുമെല്ലാം വിദേശ കമ്പനികളുടേതാണ്. ഇന്ത്യൻ കമ്പനികൾ എത്രയെണ്ണം ഉണ്ട്? അങ്കുലി പരിമിതം എന്ന് പറയേണ്ടി വരും. ഇതൊക്കെയാണ് അടിസ്ഥാനപരമായ കാര്യങ്ങൾ. ആ അടിസ്ഥാനപരമായ കാര്യങ്ങളിലേക്ക് നമ്മൾ അഥവാ ഇന്ത്യൻ ഗവൺമെന്റ് ശ്രദ്ധിക്കുന്നേയില്ല. ബനിൽ ബാബു ഒരു ചൂണ്ടുപലകയാവട്ടെ. ഇന്ത്യയിലെ ആ കൊടിയ ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും ഇനിയെങ്കിലും ഈ ഗവൺമെന്റ് ശ്രദ്ധിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.